കൊച്ചി പാലാരിവട്ടത്തെ ഗതാഗതക്കുരുക്ക് ഉടൻ പരിഹരിക്കുമെന്ന് മേയർ വി.കെ. മിനിമോൾ. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ മെട്രോ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ റോഡിൽ ഇരുവശത്തും കൂടിയുള്ള ഗതാഗതം ആരംഭിക്കുമെന്നും മേയർ അറിയിച്ചു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ പാലാരിവട്ടം ജംഗ്ഷൻ മേയർ സന്ദർശിച്ചിരുന്നു. പാലാരിവട്ടം ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് പതിവായതോടെയാണ് നഗരസഭയുടെ ഇടപെടൽ. 4 റോഡുകൾ വന്നുചേരുന്ന ജംഗ്ഷനിൽ കൊച്ചി മെട്രോയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് ഗതാഗത തടസ്സമുണ്ടാകുന്നത്. റോഡുകൾ തകർന്നു കിടക്കുന്നതും വെള്ളക്കെട്ടുമാണ് ഗതാഗതക്കുരുക്കിന് കാരണം. തകർന്നു കിടന്നിരുന്ന സെന്റ് മാർട്ടിൻ റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് മെട്രോ അധികൃതർക്ക് മേയർ നിർദ്ദേശം നൽകി. അതായത് ഈ സ്ട്രെച്ചിന്റെ ഒരു പ്രത്യേകത ഈ റോഡിന് 2 സൈഡിലും പില്ലർ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണ് മെട്രോയുടെ ഈ വർക്ക് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സൈഡിലെ പില്ലർ ക്യാപ്പുകളെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്, പില്ലർ ഉയർന്നിട്ടുണ്ട്. ഈ ലൈൻ ക്ലിയർ ആയതിനു ശേഷം മാത്രമാണ് അപ്പുറത്തേക്ക് അവർക്ക് വർക്ക് തുടങ്ങുന്നതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ എന്ന കൃത്യമായ ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. 4 റോഡുകളിൽ നിന്ന് വരുന്ന വണ്ടി ഇവിടെ വരുമ്പോൾ ഒറ്റ റോഡിലേക്ക് ഒരു ചെറിയ പോർഷനിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ വീതി പഴയ രീതിയിലേക്കാക്കി അതിൻ്റെ ഗതാഗതം 2 ലൈൻ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് പറഞ്ഞിരുന്നത്. നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ അറിയാം, അവർ റോഡ് വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ഒരു 4 ദിവസത്തിനുള്ളിൽ ഈ റോഡ് വർക്ക് തീർക്കാമെന്നാണ് മെട്രോ റെയിൽ ഇപ്പോൾ ഇവിടെ അതിൻ്റെ എല്ലാവരും ഉണ്ട്. അവർ നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ്. മഴ മൂലമാണ് റോഡ് നിർമ്മാണം വൈകുന്നതെന്നാണ് കൊച്ചി മെട്രോയുടെ വിശദീകരണം. 4 ദിവസം കൊണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മെട്രോ അധികൃതർ മേയർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ടത്തിന്റെ നിർമ്മാണത്തെ തുടർന്നാണ് റോഡുകൾ തകർന്നത്. മെട്രോ നിർമ്മാണത്തിനായി റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതും കുരുക്കിന് കാരണമായിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.